السلام عليكم ورحمة الله وبركاته. نحمده ونصلي على رسوله الكريم، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين يبيتون لربهم سجدا وقياما. صدق الله العظيم. قال النبي صلى الله عليه وسلم: إنما الأعمال بالخواتيم، أو كما قال عليه الصلاة والسلام. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഒരുമിച്ച് കൂടലിനെ കബൂലാക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നാം ചെയ്തതായ മുഴുവൻ ഇബാദത്തുകളും, നോമ്പുകൾ, നമസ്കാരങ്ങൾ, മറ്റ് സൽക്കർമ്മങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഔദാര്യം കൊണ്ട് സ്വീകരിക്കുമാറാകട്ടെ. ഇനിയും ഒരുപാട് റമദാനുകൾ അല്ലാഹുവിന്റെ തൃപ്തിയിലായി, അനുസരണയിലായി, ആരാധനയിലായി കഴിച്ചുകൂട്ടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ വിളിക്കുത്തരം നൽകി പരിശുദ്ധമായ ജുമാ നമസ്കാരം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മൾ പള്ളിയിൽ ഒരുമിച്ചുകൂടി ഇതുപോലെ നാളെ ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസിലും അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനികളെ, ഏറ്റവും പരിശുദ്ധമായ ദിവസങ്ങളിലൂടെ, രാവുകളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട് മാത്രം പരിശുദ്ധമായ റമദാൻ മാസം അവൻ നമുക്ക് നൽകുകയുണ്ടായി. നമ്മുടെ യോഗ്യതയോ കഴിവോ മിടുക്കോ കൊണ്ടൊന്നുമല്ല നമ്മൾ പരിശുദ്ധമായ റമദാനിലേക്ക് എത്തിയത്. റമദാനിൽ നോമ്പനുഷ്ഠിക്കാൻ, തറാവീഹ് നമസ്കരിക്കാൻ, ഖുർആൻ പാരായണം ചെയ്യാൻ, സദഖകൾ, ഖൈറാത്തുകൾ ചെയ്യാൻ ഒക്കെ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി. അനുഗ്രഹീതമായ ദിവസങ്ങൾ നമ്മളിൽ നിന്ന് വിട പറയാൻ പോവുകയാണ്. ഏതാനും ദിവസങ്ങളും കൂടി കഴിഞ്ഞാൽ റമദാൻ നമ്മളിൽ നിന്ന് യാത്രയാകും. നമ്മളുടെ ഓരോ വീടുകളിൽ നിന്നും റമദാൻ ഇറങ്ങി യാത്രയാകുന്ന സമയത്ത് നമ്മളുടെ വിഷയത്തിൽ സന്തോഷത്തിലാണോ, സന്തുഷ്ടനായിക്കൊണ്ടാണോ റമദാൻ യാത്രയാകുന്നത്? അതല്ല, നമ്മളോട് കോപിച്ചുകൊണ്ട്, നമ്മളോട് പിണങ്ങിക്കൊണ്ട്, നമ്മളോടുള്ള ദേഷ്യത്തിലാണോ ഇറങ്ങിപ്പോകുന്നത്? അവസാന നിമിഷങ്ങൾ ചിന്തിക്കേണ്ട സമയമാണ്. നമ്മളെക്കുറിച്ചുള്ള വിചാരണ ചെയ്യേണ്ട സമയമാണ്. എന്റെ വീട്ടിൽ നിന്നും അതിഥിയായി കടന്നു വന്നതായ റമദാൻ എന്റെ വീട്ടിൽ നിന്നും യാത്രയാകുന്നത് എങ്ങനെയാണ്? എന്നോടുള്ള സന്തോഷത്തിൽ, സ്നേഹത്തിലാണോ പോകുന്നത്? അതല്ല, എന്നോടുള്ള ദേഷ്യത്തിലാണോ ഇറങ്ങിപ്പോകുന്നത്? ബഹുമാനികളെ, ഈ അവസാന സമയത്ത് നമ്മൾ ചെയ്യേണ്ടതായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതായ ചില ചിന്തകളുണ്ട്. ഒന്നാമതായി, അല്ലാഹുവിനോട് അങ്ങേയറ്റം നന്ദിയുള്ളവരാകണം, ശുക്ർ ചെയ്യണം. പരിശുദ്ധമായ റമദാൻ വന്നിട്ടും ഗഫ്ലത്തിലായിട്ട്, അശ്രദ്ധയിലായിട്ട്, അലസതയിലായിട്ട് കഴിച്ചുകൂട്ടിയ ഒരുപാട് പേരുണ്ട്. അവർക്ക് റമദാനും റമദാൻ അല്ലാത്തതായ ദിവസങ്ങളും ഒക്കെ ഒരുപോലെയായി. റമദാൻ വന്നതുപോലും അറിയാതെ, പോയതുപോലും അറിയാതെ ജീവിച്ചവർ. റമദാൻ മാസമായിട്ടും അല്ലാഹുവിനെ അനുസരിക്കുന്നതിലും ഇബാദത്തുകളിലും മുമ്പോട്ട് വരാത്തതായ ആളുകൾ ഒരുപാട് പേര് അങ്ങനെ കഴിച്ചു കൂട്ടുന്നുണ്ട്.
അവരിൽ ഒന്നും ഉൾപ്പെടുത്താതെ അള്ളാഹുവിനെ ആരാധിക്കാൻ, നന്മകളിൽ മുന്നേറാൻ, നോമ്പനുഷ്ഠിക്കാൻ, നമസ്കരിക്കാൻ ഒക്കെയുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി. ഇത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് ഔദാര്യമായി മാത്രം നൽകിയതാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് അങ്ങേയറ്റം നന്ദി നമ്മൾ ഉണ്ടാക്കിയെടുക്കും, നന്ദിയുള്ളവരായി മാറണം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ലൈൻ ശകർതും ലഅസീദന്നകും, ഞാൻ നിങ്ങൾക്ക് നൽകിയതായ അനുഗ്രഹങ്ങളിൽ നിങ്ങൾ നന്ദിയുള്ളവരായാൽ ലഅസീദന്നകും, ആ അനുഗ്രഹങ്ങൾ ഇനിയും ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു നൽകും. റമളാൻ നൽകി, ആ റമളാന്റെ പേരിൽ നിങ്ങൾ നന്ദി കാണിച്ചാൽ ഇനിയും നിങ്ങൾക്ക് ധാരാളം റമളാനുകൾ ഞാൻ നൽകും. ബഹുമാനികളെ, നമ്മുടെ ആയുസ് എത്രയുണ്ടെന്ന് നമുക്ക് ആർക്കും അറിഞ്ഞൂടാ. ഈ നിമിഷം അല്ലെങ്കിൽ ഈ മണിക്കൂർ, ഈ മിനിറ്റ് നമ്മൾ പൂർത്തിയാക്കുമ്പോൾ ഇല്ലെന്ന് പോലും നമുക്ക് ആർക്കും അറിയില്ല. പിന്നെയാണോ അടുത്ത റമളാൻ? ഇവർ അള്ളാഹുവിന്റെ കയ്യിൽ മാത്രമുള്ള കാര്യമാണ്. അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങേണ്ടതാണ് തൗഫീഖുകൾ. അതുകൊണ്ട് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ നമ്മൾ നന്ദി രേഖപ്പെടുത്താൻ തയ്യാറായാൽ, ഹൃദയംഗമായി അള്ളാഹുവിനോട് നന്ദി ചെയ്താൽ, അള്ളാഹു ഉറപ്പായിട്ടും ഇതിനെ സ്വീകരിക്കുകയും അടുത്ത അമലിനുള്ള തൗഫീഖ് നൽകുകയും ചെയ്യും. ആഖിറത്തിന്റെ വിജയമാണ് യഥാർത്ഥ വിജയം. അള്ളാഹു അവിടെ നമ്മൾ സ്വീകരിച്ചാൽ നമ്മൾ വിജയിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുൻപിൻ പാപങ്ങൾ പൊറുക്കപ്പെട്ട പ്രവാചകനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പ്രഖ്യാപിക്കുകയും ചെയ്തു, അള്ളാഹുവിന്റെ റസൂലെ, തങ്ങളുടെ മുഴുവൻ പാപങ്ങളും ഞാൻ പുറത്തിരിക്കുന്നു. ഒന്ന് തങ്ങൾ പാപം ചെയ്യൂല, നീ അഥവാ എന്തെങ്കിലും പാപങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതുപോലും പുറത്തു വന്നിരിക്കുന്നു തങ്ങളെ. എന്നിട്ട് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലിൽ നീര് കെട്ടോളം രാത്രി നിന്ന് നമസ്കരിക്കുമായിരുന്നു. നമസ്കരിച്ച് കാലിൽ നീര് കെട്ടുമായിരുന്നു. തങ്ങളുടെ ഈ അവസ്ഥ കണ്ട് വിഷമം തോന്നി ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയുണ്ടായി, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് എന്തിന് ഇത്ര കഷ്ടപ്പെടണം? അങ്ങ് എന്തിന് ഇത്ര ത്യാഗം ചെയ്യണം? അങ്ങയുടെ പാപങ്ങളെല്ലാം അല്ലാഹു പുറത്തു തന്നില്ലേ, പിന്നെ ഇത്ര കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടോ? അല്ലാഹുവിന്റെ റസൂല് മറുപടി പറഞ്ഞു, അഫലാ അകൂന അബ്ദൻ ശകൂറ, അല്ലാഹു ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് നൽകിയെങ്കിൽ ഞാനൊരു നന്ദിയുള്ള ദാസനാകണ്ടേ, അതിന് നന്ദി രേഖപ്പെടുത്തണ്ടേ? ഞാൻ എത്ര കൂടുതൽ അനുഗ്രഹങ്ങൾ കിട്ടിയോ അത്ര കൂടുതൽ നന്ദി രേഖപ്പെടുത്തുന്നവനാകണം. നബിതങ്ങളുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ടതാണ്. നമുക്ക് ഈ 30 ദിവസവും ഈ 25 ദിവസവും നോമ്പ് പിടിക്കാനുള്ള തൗഫീഖ് കിട്ടി, തറാവീഹ് നമസ്കരിക്കാനുള്ള തൗഫീഖ് കിട്ടി, നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് കിട്ടി, ഖുർആൻ ഓതാൻ കേൾക്കാനുള്ള തൗഫീഖ് കിട്ടി. അള്ളാഹുവിനോട് നന്ദി രേഖപ്പെടുത്തും. നന്ദി ചെയ്യുന്ന ദാസന്മാർ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. ഖലീലുൻ മിൻ ഇബാദിയ ശകൂർ. അല്ലാഹു തന്നെ പറയുന്നുണ്ട്, എത്ര അനുഗ്രഹങ്ങൾ ചെയ്താലും നന്ദി രേഖപ്പെടുത്തുന്നവർ വളരെ കുറച്ചാണ്. നമുക്ക് അനുഗ്രഹങ്ങൾ വാങ്ങിച്ചെടുക്കാൻ മാത്രമേ അറിയുള്ളൂ. കിട്ടിയില്ലെങ്കിൽ പരാതി പറയാനേ നമുക്കറിയാവൂ. കിട്ടിയ അനുഗ്രഹങ്ങളിൽ നന്ദി രേഖപ്പെടുത്താൻ നമുക്കാർക്കും അറിയില്ല. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ബഹുമാനികളെ, ഒന്നാമതായി നന്ദിയുള്ളവരാകണം. അള്ളാഹു നൽകിയതായ ഈ അനുഗ്രഹത്തിൽ നമ്മൾ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജീവിതമായിരിക്കണം മുമ്പോട്ടേക്ക് ഉണ്ടാകേണ്ടത്. രണ്ടാമതായി, പരിശുദ്ധമായ റമളാനിലൂടെ നമ്മൾ നേടിയെടുത്തതായ വിശുദ്ധി അത് കാത്തു സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം മുമ്പോട്ടേക്ക് ജീവിക്കേണ്ടത്. ഇസ്തിഖാമത്ത് ഉണ്ടാക്കിയെടുക്കണം. റമളാനിൽ നമ്മൾ കൃത്യമായി നമസ്കാരങ്ങൾ നിർവഹിച്ചു, റമളാനിൽ നമ്മൾ കൃത്യമായി പാപങ്ങളിൽ നിന്ന് മാറി നിന്നു, നന്മകൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ചു, പരിശ്രമിച്ചു, നമ്മൾ മത്സരിച്ചു. ഈ നന്മകളിൽ നമ്മൾ നിലനിൽക്കുന്നവരാകണം, ഇസ്തിഖാമത്തുള്ളവരായി മാറണം. അല്ലാതെ റമളാൻ കഴിഞ്ഞു, അതോടുകൂടി സലാം, അവസാനത്തെ ജുമായിൽ സലാം പറഞ്ഞ് പൊതുവെ റമളാനെ യാത്രയാക്കും. അതോടുകൂടി റമളാനിൽ ചെയ്തതായ മുഴുവൻ നന്മകളെയും നമ്മൾ യാത്രയാക്കും. ചില സ്ഥലങ്ങളിലൊക്കെ 27-ാം രാവിലെ പരിശുദ്ധമായ ഖുർആൻ ഖത്തമാക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള 3 ദിവസം തറാവീഹ് പോലും ഉണ്ടാകൂല. ബഹുമാനികളെ, ഇസ്തിഖാമത്ത് ഉണ്ടാകണം. നമ്മൾ ചെയ്യുന്നതായ നന്മകളിൽ ഉറച്ചു നിൽക്കാൻ, അതിൽ നിരതരാകാനുള്ള നമ്മൾ മനസ്സ് കാണിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണെന്ന് അറിയുമോ? അത് കുറച്ചാണെങ്കിലും ശരി സ്ഥിരമായി ചെയ്യുന്നതാണ്. അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി മാ ദാമ.
നിരന്തരമായി ചെയ്യുന്ന അമലുകളാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കുറച്ചു നാൾ ചെയ്തു, പിന്നെ ഉപേക്ഷിച്ചിട്ട് പോയി. ഇനി നന്മകൾ, ഇനി ഇബാദത്തുകൾ, ഇനി ഖുർആൻ പാരായണം, അതൊക്കെ അടുത്ത റമളാനിലാവട്ടെ എന്ന് പറഞ്ഞ് എല്ലാം നമ്മൾ മാറ്റിവെക്കുന്നില്ല. നിരന്തരമായി ചെയ്യുമ്പോഴാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഇത് പ്രതിഫലത്തിന് അർഹതയുള്ളതാകുന്നത്. റമളാനിൽ നമ്മൾ ഉൾക്കൊണ്ടതായ, നമ്മൾ കൈക്കൊണ്ടതായ, നമ്മൾ നേടിയെടുത്തതായ പരിശുദ്ധി, നന്മകളിലേക്കുള്ളതായ ആഗ്രഹം, മത്സരം, അത് റമളാന് ശേഷവും നിലനിർത്താൻ തയ്യാറാകണം. അപ്പോഴാണ് ഈ റമളാൻ കബൂലായതാകുന്നത്. ബഹുമാനികളെ, നമ്മൾ തീരുമാനമെടുക്കണം. റമളാനിൽ നമ്മൾ എന്തൊക്കെ നന്മകൾ ചെയ്യാൻ തയ്യാറായോ? നമ്മൾ സഹറിന് എഴുന്നേൽക്കുന്നു, എല്ലാവരും തഹജ്ജുദ് നമസ്കരിക്കുന്നു. റമളാൻ കഴിഞ്ഞു, തഹജ്ജുദ് തീർന്നു. റമളാൻ കഴിഞ്ഞു, തഹജ്ജുദ് തീർന്നു. അങ്ങനെയല്ല. തഹജ്ജുദ് ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ള, പ്രയോജനമുള്ള, മഹത്വമുള്ള ഇബാദത്താണ്. റമളാനിൽ നമ്മൾ തഹജ്ജുദ് നമസ്കരിക്കാൻ തയ്യാറായെങ്കിൽ അതിന് ബാക്കിയുള്ള ദിവസങ്ങളിൽ നമ്മൾ അതിനെ നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കണം. റമളാനിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട രണ്ടാമത്തെ പാഠം അമലുകളിലുള്ള, നന്മയിലുള്ള, തിന്മയിൽ നിന്ന് മാറി നിൽക്കുന്നതിലുള്ള ഇസ്തിഖാമത്താണ്. റമളാനിൽ നമ്മൾ കുറെ തെറ്റുകളിൽ നിന്ന് മാറി നിന്നു. ഇല്ല റമളാനാണ്, ഇല്ല റമളാനാണ്, ഇല്ല റമളാനാണ് എന്ന് പറഞ്ഞ് പല തെറ്റുകളിൽ നിന്നും നമ്മൾ മാറി നിന്നു. ആരെങ്കിലും ഒരാൾ പരിദൂഷണം പറയാൻ പോകുമ്പോൾ മിണ്ടാതിരിക്കുക, റമളാനല്ലേ, നോമ്പല്ലേ. ആ തെറ്റുകൾ റമളാനിൽ മാത്രമല്ല ഹറാമായിട്ടുള്ളത്. നമ്മൾ ഏതൊക്കെ തെറ്റുകളിൽ നിന്ന് മാറി നിന്നോ അത് വർഷം മുഴുവൻ ഹറാമാണ്. റമളാനിൽ നമ്മൾ ആ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള പരിശീലനം നേടുന്നു. ബാക്കി അങ്ങോട്ടേക്കുള്ള മാസങ്ങളിൽ നമ്മൾ അതനുസരിച്ച് ജീവിക്കുന്നു. ഇപ്പോഴാണ് റമളാൻ ഖബൂലാകുന്നത്. ഇപ്പോഴാണ് റമളാന്റെ അർത്ഥം സമ്പൂർണ്ണമാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അൽ-ഇസ്തിഖാമത്തു ഖൈറുൻ മിൻ അൽഫി കറാമ. ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത് 1000 കറാമത്തുകളെക്കാളും വലുതാണ്. വലിയ വലിയ അത്ഭുതങ്ങൾ കാണിക്കാൻ സാധിക്കും. ഇന്നൊരാളടുത്ത് ഒരു ഖത്തം ഓടാൻ പറഞ്ഞാൽ ഇരുന്ന് ചടഞ്ഞിരുന്ന് ഒരു ഖത്തം ഓടി തീർക്കും. അത്ഭുതങ്ങൾ കാണിക്കാൻ ആർക്കും സാധിക്കും. പക്ഷേ ഉറച്ചു നിൽക്കുക, ഒരു ഇബാദത്തിൽ ചെറുതാണെങ്കിൽ ശരി, അതിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കറാമത്ത്, ഏറ്റവും വലിയ കറാമത്ത്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. മൂന്നാമതായി റമളാനിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടതായ പാഠം തൗബ വർദ്ധിപ്പിക്കലാണ്, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കലാണ്. റമളാന്റെ ഓരോ ദിവസവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ്. എന്റെ പാപത്തിന്റെ പേരിൽ, എന്റെ അലസതയുടെ പേരിൽ എങ്ങാനും ആ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാതെ പോയിട്ടുണ്ടോ പേടിക്കണം. നമ്മൾ സാധാരണ ചെയ്യുന്ന ദുആയാണ് അല്ലാഹുമ്മ ഇന്ന ലക ഫീ കുല്ലി ലൈലത്തിൻ മിൻ ലയാലി ശഹ്രി റമളാൻ ഉതഖാഅ വതുലഖാഅ വഖുലസാഅ വഉമനാഅ മിനൻ നാർ. അല്ലാഹുവേ, റമളാനിന്റെ ഓരോ രാത്രികളിലും നീ ഒരുപാട് പേര്, ലക്ഷക്കണക്കിന് ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമല്ലോ. ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. റമളാനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ, റമളാന്റെ ബർക്കത്തിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകാവകാശികളായ ലക്ഷക്കണക്കിന് ആളുകളെ ഓരോ ദിവസവും സ്വർഗ്ഗത്തിന്റെ ആളുകളാക്കി മാറ്റിക്കൊണ്ടിരിക്കും. വജഅൽനാ മിൻ ഉതഖാഇക വതുലഖാഇക വഖുലസാഇക മിനൻ നാർ. അല്ലാഹുവേ, നിന്റെ അനുഗ്രഹം, നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങളെയും ആ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നമ്മൾ എല്ലാ ദിവസവും ദുആ ചെയ്യുന്നത്. മൂന്നാമത്തെ പെട്ട അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായിട്ട് ഇത്ഖും മിനൻ നാർ, ഇത്ഖും മിനൻ നാർ, നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസമാക്കി അല്ലാഹു പ്രഖ്യാപിച്ചിരിക്കുന്നു. ആരെങ്കിലും ഉണ്ടോ? തൗബ ചോദിക്കുന്നവരുണ്ടോ? ഇസ്തിഗ്ഫാർ തേടുന്നവരുണ്ടോ? പാപമോചനം തേടുന്നവരുണ്ടോ? നരകത്തിൽ നിന്ന് മോചനം തേടുന്നവരുണ്ടോ? അവർക്കിതാ ഞാനിതാ 10 ദിവസങ്ങൾ അതിനുവേണ്ടിയായിട്ട് നൽകിയിരിക്കുന്നു. മത്സരിച്ചോ, ആവേശം കാണിച്ചോ, ഉത്സാഹം കാണിച്ചോ, അങ്ങനെ നിങ്ങൾ നരകത്തിൽ നിന്ന് മോചിതരാകൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കുന്നവരാണ്. അല്ലാഹു ചെറിയ ചെറിയ കാരണങ്ങൾ കാത്തിരിക്കുകയാണ് നമ്മളെ പാപങ്ങൾ പുറത്തു പോകാൻ വേണ്ടി. ചെറിയ ചെറിയ കാരണങ്ങളുടെ പേരിൽ പോലും അല്ലാഹു പാപങ്ങൾ പുറത്ത് സ്വർഗത്തിലേക്ക് വിടാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നു. എന്നിട്ടും ഈ റമളാനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നരകത്തിൽ നിന്ന് മോചിതനായില്ല എങ്കിൽ അവനാണ് നാശം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. സാധാരണ കേട്ടിട്ടുള്ള ഹദീസാണ്. നബിതങ്ങൾ മെമ്പറിലേക്ക് കയറുമ്പോൾ ആമീൻ പറഞ്ഞു. സഹാബാക്കൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂൽ, എന്താണ് ആമീൻ പറഞ്ഞതിന്റെ അർത്ഥം? ജിബ്രീൽ വന്നിട്ട് എന്നോട് ദുആ ചെയ്തു, റമളാൻ വന്നിട്ടും ഒരാളുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടില്ല എങ്കിൽ അവൻ നശിച്ചു പോകട്ടെ. ജിബ്രീൽ ദുആ ചെയ്തു, ഞാൻ ആമീൻ പറഞ്ഞു.
ദുആ ചെയ്തത് ജിബ്രീൽ, ആമീൻ പറഞ്ഞത് മുഹമ്മദുർ റസൂലുള്ളാഹ്. ബഹുമാനികളെ, നമ്മൾ നമ്മുടെ ജീവിതത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കണം. ഈ കഴിഞ്ഞ ഇത്രയും ദിവസങ്ങൾ എങ്ങനെ നമ്മൾ ചെലവഴിച്ചു? ഇത്തരത്തിൽ നരകത്തിൽ നിന്ന് മോചിതരാകുന്ന കൂട്ടത്തിൽ ഉൾപ്പെട്ടോ ഇല്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മളുടെ അമലുകളെ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. ഹാസിബു ഖബ്ല അൻ തുഹാസബു ബിക്കും. നാളെ ആഖിറത്തിൽ ഒരു വിചാരണ വരാനുണ്ട്. അതിന് മുമ്പായിട്ട്, മരിക്കുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ അമലുകളെ കുറിച്ച് നമ്മൾ വിചാരണ ചെയ്യണം. എന്റെ ഇത്രയും നാളുള്ള ജീവിതം ഈ ഇത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടോ ഇല്ലേ എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അതുപോലെ കുറെ അമലുകൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി. കുറെ നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് അല്ലാഹു നൽകി. ഈ നന്മകളിൽ, ഈ അമലുകളിൽ, ഈ ഇബാദത്തുകളിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് നമ്മൾ വെറുതെ ഇരിക്കുകയല്ല വേണ്ടത്. ഞാൻ നമസ്കരിച്ചു, ഇനി എന്റെ കാര്യം ഓക്കെയാണ്. ഞാൻ നോമ്പ് പിടിച്ചു, ഇനി എന്റെ കാര്യം ഓക്കെയാണ്. റമളാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് വാഗ്ദാനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ റമളാനിൽ ഇബാദത്ത് ചെയ്തയാളാണ്, ഇഅ്തികാഫിന്റെ ആളാണ്, സക്കാത്ത് ചെയ്ത് കൊടുത്തതാണ്, സദഖ ചെയ്തതാണ്, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെടും. ഒരിക്കലും അങ്ങനെ നിർഭയരായിരിക്കാൻ പാടില്ല സഹോദരങ്ങളെ. നമ്മളുടെ ഇബാദത്തുകൾ, നമ്മുടെ അമലുകളിൽ എങ്ങനെ നമ്മൾ നിർഭയരാകും? നമ്മൾ ഇബാദത്തുകൾ ചെയ്തു എന്നുള്ളത് ശരിയാണ്. ഇത് അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന അമലുകളായോ ഇല്ലയോ എന്ന് നമുക്ക് എങ്ങനെ ഉറപ്പിക്കാൻ സാധിക്കും? ഇത് അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ടതായോ ഇല്ലയോ എന്ന് എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും? അതുകൊണ്ട് ഞാൻ ഇബാദത്ത് ചെയ്തു, ഇനി എന്റെ കാര്യം ഓക്കെയാണെന്ന് പറഞ്ഞ് നമ്മൾ നിർഭയരായിരിക്കുകയല്ല വേണ്ടത്. ഓരോ നിമിഷവും പേടിച്ചുകൊണ്ടിരിക്കണം. ഓരോ നിമിഷവും പേടിച്ചുകൊണ്ടിരിക്കണം. അൽ ഈമാനു ബൈനൽ ഖൗഫി വർ റജാ. ഈമാൻ എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് അങ്ങേയറ്റം പേടി വേണം, മറുഭാഗത്ത് അങ്ങേയറ്റം പ്രതീക്ഷയും വേണം. ഞാൻ ചെയ്ത ഇബാദത്തുകൾ അല്ലാഹു സ്വീകരിച്ചേക്കാം, അല്ലാഹു സ്വീകരിക്കുമെന്നുള്ള ഉയർന്ന പ്രതീക്ഷ ഉണ്ടാകണം. പക്ഷെ അത് മാത്രമല്ല, മറുഭാഗത്ത് അല്ലാഹു സ്വീകരിക്കുമോ, സ്വീകരിച്ചിട്ടുണ്ടാകുമോ, എന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ടുണ്ടാകുമോ എന്ന പേടിയും വേണം. ഈ പേടിയും കൂടെ നമ്മളുടെ കൂട്ടത്തിൽ ഇല്ല എങ്കിൽ ബഹുമാനികളെ നമ്മുടെ ഈമാൻ പൂർത്തിയാകൂല. സഹാബാക്കളെ കുറിച്ചൊന്ന് പഠിച്ചു നോക്കണം. എല്ലാവരുടെയും വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം വാഗ്ദാനം ചെയ്തതാണ്. മുഹാജിറുകളാകട്ടെ, അൻസാറുകളാകട്ടെ, എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അവരുടെ വിഷയത്തിൽ അല്ലാഹു തൃപ്തിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സ്വർഗത്തിൽ ചെന്ന് എല്ലാ അനുഗ്രഹങ്ങളും നേടിയതിനു ശേഷം അവസാനമായിട്ട് നൽകുന്ന അനുഗ്രഹമാണ് അള്ളാഹുവിന്റെ തൃപ്തി. അള്ളാഹുവിന്റെ തൃപ്തി ഏറ്റവും അവസാനമായി പ്രഖ്യാപിക്കുന്നതാണ്. ആ തൃപ്തി അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ തന്നെ സഹാബാക്കൾക്ക് നൽകി കഴിഞ്ഞു. പിന്നെ അവർക്ക് എന്തിനു പേടിക്കണം? എന്നിട്ടും ഇത്രയും വലിയ സ്ഥാനവും മഹത്വവും ഒക്കെ നേടിയിട്ട് പോലും സഹാബാക്കൾ അങ്ങേറ്റം പേടിക്കുന്നവരായിരുന്നു. എന്റെ അവസ്ഥ എന്താകും, നാളെ ആഖിറത്തിൽ എന്റെ അവസ്ഥ എന്താകും? അവരോട് സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്തു. അബൂബക്കർ ഫിൽ ജന്ന, ഉമർ ഫിൽ ജന്ന, ഉസ്മാൻ ഫിൽ ജന്ന, എല്ലാവരുടെയും വിഷയത്തിൽ പറഞ്ഞു സ്വർഗത്തിലാണ്. പേടിച്ചു കഴിഞ്ഞു. നമ്മളടുത്തൊക്കെയാണ് ഇത്തരത്തിലൊരു വാഗ്ദാനം ചെയ്തിരുന്നതെങ്കിൽ, നിങ്ങൾ സ്വർഗത്തിലാണെന്ന് നമ്മളടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ അവസ്ഥ എന്താവും? ചെറിയ ഇബാദത്തുകൾ ചെയ്തിട്ട് നമ്മൾ നിർഭയരായിരിക്കുകയാണ്. ഞാൻ 5 വഖത്ത് നമസ്കരിക്കുന്ന ആളാണ്, എന്റെ കാര്യം ഓക്കെയാണ്. ഞാൻ നോമ്പ് പിടിച്ച ആളാണ്, എന്റെ കാര്യം ഓക്കെയാണ്. എങ്ങനെ നമ്മൾ നിർഭയരായിരിക്കും സഹോദരങ്ങളെ? എങ്ങനെ നിർഭയരാകും? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിതങ്ങളോടൊപ്പം ആദ്യമായിട്ട് ഖബറിൽ നിന്നും ഉയർത്തപ്പെടുന്ന മനുഷ്യനാണ്. നബിതങ്ങളോടൊപ്പം സ്വർഗത്തിൽ കൂട്ടുകാരനായിരിക്കുന്ന മനുഷ്യനാണ്. സ്വർഗം കൊണ്ട് നേരത്തെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാഗ്ദാനം ചെയ്ത മനുഷ്യനാണ്. ഏറ്റവും വലിയ മനുഷ്യൻ, പ്രവാചകന്മാർ കഴിഞ്ഞാൽ മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ള മഹത്വമുള്ള മനുഷ്യൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബഹുമാനങ്ങളെ പേടിച്ചു കഴിയുമായിരുന്നു. ഞാൻ എന്റെ ഉമ്മ എന്നെ പ്രസവിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നാളെ ആഖിറത്തിൽ എന്റെ അവസ്ഥ എന്താകും? നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് പോകുമ്പോൾ എന്റെ അവസ്ഥ എന്താകും? ഞാനൊരു ഇലയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ഞാനൊരു പുല്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ഈ ദുനിയാവിൽ ഞാൻ ജനിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ബഹുമാനികളെ, പേടിയാണ്. എന്ത് പേടിയാണിത്? നിന്റെ 2 കാലുകളും സ്വർഗത്തിലേക്ക് എത്താത്തിടത്തോളം നീ സ്വർഗാവകാശിയാണെന്ന് വിചാരിക്കരുത് കേട്ടോ. ഒരു നന്മ ചെയ്തിട്ട് നമ്മൾ വിചാരിക്കുകയാണ് ഞാൻ സ്വർഗത്തിൽ പോകും, കുറച്ച് ഇബാദത്തുകൾ ചെയ്തിട്ട് നമ്മൾ ഉറപ്പിക്കുകയാണ് ഞാൻ സ്വർഗത്തിലേക്ക് പോകും. എങ്ങനെ പോകും? എന്റെ ഇബാദത്ത് സ്വർഗത്തിലെത്താൻ ഉതകുന്നതാണോ ഇല്ലയോ എന്ന് നമുക്ക് എന്തുറപ്പുണ്ട്? പ്രവാചകന്മാർ നമസ്കരിച്ചതുപോലെ, സഹാബാക്കൾ നമസ്കരിച്ചതുപോലെ ഇഖ്ലാസോടെ ഖുശൂഅോടെ നമസ്കരിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? ബഹുമാനികൾ, പ്രതീക്ഷ വേണം.
പക്ഷെ അതുപോലെ തന്നെ പേടിയും വേണം. എന്റെ ഉമ്മ എന്നെ പ്രസവിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആലോചിച്ച് കരയുമായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മനുഷ്യൻ. ഉമർ അൽ ഫാറൂഖ് ലൗ കാന ബഅദി നബിയ്യൻ ലകാന ഉമർ. എനിക്ക് ശേഷം ഒരു പ്രവാചകൻ ഉണ്ടാകുമെങ്കിൽ ആ പ്രവാചകത്വത്തിന് യോഗ്യതയുള്ള ഒരു മനുഷ്യനത് ഉമറാണ്. ഉമർ റളിയല്ലാഹു അൻഹു വിഷയത്തിൽ നബി തങ്ങൾ സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്തു, പേടിച്ചു കഴിയുകയാണ് എന്റെ അവസ്ഥ ഉണ്ടാകുമെന്ന നാളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രഹസ്യ സൂക്ഷിപ്പുകാരനായ സഹാബിയുടെ അടുക്കൽ ഓരോ ദിവസവും പോയി ചോദിക്കും, നബി തങ്ങൾ മുനാഫിക്കുകളുടെ പേര് നിന്റെ അടുക്കൽ എഴുതി തന്നിട്ടില്ലേ? കപട വിശ്വാസികളുടെ പേര് നിന്റെ അടുക്കൽ തന്നിട്ടില്ലേ? അതിനെങ്ങാനും ഈ ഉമറിന്റെ പേരുണ്ടോ? ഞാൻ എങ്ങാനും കപട വിശ്വാസികളിൽ പെട്ടുപോയിട്ടുണ്ടോ എന്ന് പേടിച്ച് കരയുമായിരുന്നു. ആരാണ് സഹോദരങ്ങളെ ഉമർ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബർ കാണുമ്പോൾ പൊട്ടി കരയുമായിരുന്നു. ഈ ഖബർ മുതൽ അങ്ങോട്ടുള്ള തുടങ്ങുന്നതായ ജീവിതം ഭയാനകതകൾ നിറഞ്ഞ ജീവിതമാണ്, അപകടങ്ങൾ നിറഞ്ഞ ജീവിതമാണ്. ഈ ഖബറെങ്ങാനും രക്ഷപ്പെട്ടില്ല എങ്കിൽ പിന്നെ അങ്ങോട്ടുള്ളതെല്ലാം നശിച്ചു പോകും. ദാടി നനയുന്ന രീതിയിൽ അദ്ദേഹം പൊട്ടി കരയുമായിരുന്നു. എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യുദ്ധത്തിന് വേണ്ടി ജിഹാദിന് പോകാൻ പോകുമ്പോൾ എല്ലാവരും നന്മകൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞു, സദഖകൾ ഹദിയകൾ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു ഏറ്റവും കൂടുതൽ യുദ്ധത്തിന് വേണ്ടി ഹദിയകൾ ചെയ്തത്. സ്വർണ്ണ നാണയങ്ങൾ കൊടുത്തു, കുതിരകൾ നൽകി, എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വർണ്ണ നാണയങ്ങളൊക്കെ ഇങ്ങനെ വാരി ഇങ്ങനെ ഇട്ടിട്ട് പറഞ്ഞു, ഇന്നത്തേക്ക് ശേഷം ഉസ്മാനിന് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ദിവസത്തിന് ശേഷം ഇനി ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് തന്നെ ധാരാളമാണ് ഉസ്മാൻ നാളെ ആഖിറത്തിൽ വിജയിക്കാൻ. ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പൊട്ടി കരയുന്ന ഖബർ നോക്കിയിട്ട് എന്റെ ആഖിറത്തിന്റെ അവസ്ഥ എന്താകും? ബഹുമാനികളുടെ സഹാബാക്കളുടെയൊക്കെ അവസ്ഥ ഇതായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ കൊമ്പ് വയ്ക്കുകയുണ്ടായി, ഹിജാമ ചെയ്യുകയുണ്ടായി. ആ രക്തമെടുത്ത് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കൊണ്ടുപോയി സുരക്ഷിതമായ ഒരു സ്ഥലത്ത് കുഴിച്ചിടണം. അദ്ദേഹം ഒരു മതിലിന്റെ അപ്പുറത്ത് പോയി ഒളിച്ചിരുന്നിട്ട് അതിനെ കുടിക്കുകയുണ്ടായി. തിരിച്ചു വന്നപ്പോൾ ചോദിച്ചു, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ, നീ അതിനെ എന്ത് ചെയ്തു? തങ്ങളെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ഞാൻ അതിനെ നിക്ഷേപിച്ചു. മുഖം നോക്കിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ, നീ അതിനെ കുടിച്ചെന്നാണ് തോന്നുന്നത്? അതേ തങ്ങളെ, ഞാൻ കുടിച്ചു. തങ്ങൾ ചോദിച്ചു, നീ എന്തിനാണ് കുടിച്ചത്? കുടിച്ച സമയത്തുള്ള നിന്റെ ചിന്ത എന്തായിരുന്നു? അല്ലാഹുവിന്റെ റസൂലേ, എന്റെ അമലുകൾ കൊണ്ട് നാളെ രക്ഷപ്പെടുമോ ഇല്ലേ എന്ന് എനിക്ക് ഉറപ്പുമില്ല. ആരാണ് പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാത്ത്. അല്ലാഹുവിന്റെ റസൂലേ, എന്റെ അമലുകൾ കൊണ്ട് നാളെ രക്ഷപ്പെടുമോ ഇല്ലേ എന്ന് എനിക്കൊരു ഉറപ്പുമില്ല. ഞാൻ അങ്ങയുടെ രക്തം കുടിച്ചത് നാളെ ആഖിറത്തിൽ അള്ളാഹു എന്നെ നരകത്തിലേക്ക് ഞാനും പോകാൻ പറഞ്ഞാൽ എനിക്ക് അള്ളാഹുവിനോട് പറയാമല്ലോ, അള്ളാഹുവേ, നിന്റെ പ്രവാചകന്റെ രക്തം എന്റെ ശരീരത്തിൽ അലിഞ്ഞു ചേർന്നതാണ്, അതിന്റെ പേരിലെങ്കിലും നീ എന്നെ സ്വർഗത്തിലേക്ക് വിടണേ. എങ്ങനെ സമാധാനിച്ചിരിക്കാൻ സാധിക്കും നമുക്ക്? ചെറിയ ഇബാദത്തുകൾ ചെയ്തത്, ആ ഇബാദത്തുകൾ തന്നാൽ തന്നെ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ടാണ്. എന്നിട്ട് നമ്മൾ നിർഭയരായിരിക്കുകയാണ്, ഞാൻ സ്വർഗത്തിൽ പോവുക തന്നെ ചെയ്യും, ഞാൻ ദീനുള്ള ആളാണ്, ഞാൻ സ്വർഗത്തിന്റെ അവകാശിയായി മാറിക്കഴിഞ്ഞുവെന്ന് നമ്മൾ നിർഭയരായിരിക്കുകയാണ്. ത്യാഗത്തോടുകൂടി ജീവിച്ചു, പേടിയോടുകൂടി ജീവിച്ചു സഹാബാക്കൾ. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായതിനു ശേഷവും അദ്ദേഹം ഇടുക്കമുള്ള ജീവിതമായിരുന്നു കാഴ്ചവെച്ചത്. സുഖലോലുപതകൾ ഒന്നുമില്ലാതെ കഷ്ടപ്പാടിലായിട്ട് ത്യാഗത്തിലായിട്ട് ജീവിച്ചു കാണിച്ചു തന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടമായപ്പോൾ ഇസ്ലാം ലോകത്ത് മുഴുവനും എങ്ങനെ പ്രചരിക്കാൻ തുടങ്ങി. ലോക രാജാക്കന്മാർ നബിതങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വരുന്ന അവസ്ഥയുണ്ടായി. വലിയ സ്ഥാനവും മഹത്വവും ഉണ്ടായതായ സമയം, ആ സമയത്തും കീറിപ്പറഞ്ഞ വസ്ത്രവും ധരിച്ചുകൊണ്ടായിരുന്നു നടന്നിരുന്നത്. ഒട്ടിയ വയറുമായിട്ടായിരുന്നു ജീവിച്ചിരുന്നത്. സഹാബാക്കളൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. ഉമറിനോട് സംസാരിക്കണം, ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയണം, വസ്ത്രമൊക്കെ കുറച്ചുകൂടെ ഉഷാറാക്കണം, കുറച്ചുകൂടി ജീവിതത്തിന്റെ ശൈലിയൊക്കെ ഒന്ന് മാറ്റണം. കാരണം കിസ്രയുടെയും കൈസറിന്റെയും ഒക്കെ അവിടെ നിന്നുമൊക്കെ ആളുകളൊക്കെ വരുന്നതാണ്. ഇസ്ലാമിക ലോകത്തിന്റെ ഖലീഫയെ കാണുമ്പോൾ കുറച്ച് പ്രൗഢിയൊക്കെ ഉണ്ടാകണം. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഗാംഭീര്യം കാരണം ആർക്കും ഉമറിനോട് വന്ന് പറയാനുള്ള ധൈര്യമില്ല. റളിയല്ലാഹു അൻഹു അവസാനം ഹഫ്സ റളിയല്ലാഹു അൻഹയെ പറഞ്ഞു വിടുകയുണ്ടായി. മകള് ഹഫ്സ റളിയല്ലാഹു അൻഹ വന്നിട്ട് പറഞ്ഞു, ഉപ്പ,
ജീവിതത്തിന്റെ ശൈലിയൊക്കെ ഒന്ന് മാറ്റണം. കുറച്ച് നല്ല വസ്ത്രങ്ങളൊക്കെ ധരിക്കണം, കുറച്ച് നല്ല ഭക്ഷണമൊക്കെ കഴിക്കണം, കുറച്ച് നല്ല വാഹനമൊക്കെ വേണം. താങ്കൾ ഇസ്ലാമിക ലോകത്തിന്റെ ഖലീഫയാണ്, ലോക രാജാക്കന്മാരെ താങ്കളെ കാണുന്നതാണ്. ആ സമയത്ത് താങ്കൾക്കൊരു പ്രൗഢി ഉണ്ടാവണം. ദേഷ്യം വന്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്, ദേഷ്യം വന്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്. നിനക്ക് എന്നോട് പറയാൻ എങ്ങനെ ധൈര്യം വന്നു? എങ്ങനെ നിനക്ക് ധൈര്യം വന്നു ഇതൊക്കെ എന്നോട് പറയാൻ? പേടിച്ചുപോയി ഹഫ്സ റളിയല്ലാഹു അൻഹ. പേടിച്ചിട്ട് പറഞ്ഞു, എന്റെ അടുത്ത് അവരൊക്കെ പറഞ്ഞു വിട്ടതാണ്, ഉസ്മാൻ റളിയല്ലാഹു അൻഹും അലി റളിയല്ലാഹു അൻഹും ഒക്കെ പറഞ്ഞു വിട്ടത് കൊണ്ടാണ് ഞാൻ വന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞ് പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. വിളിപ്പിക്കുക അവരെയെല്ലാം, എല്ലാവരെയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരപ്പെട്ടു. ആയിഷ റളിയല്ലാഹു അൻഹ, ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, നബിതങ്ങളുടെ ഭാര്യമാർ എല്ലാവരും അവർ ഹാജരാക്കപ്പെട്ടു. ചോദിച്ചു, നിങ്ങൾ എന്താണ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ഞാൻ നല്ല വസ്ത്രം ധരിക്കണമെന്നോ? എന്റെ ജീവിതത്തിന്റെ ശൈലി മാറ്റണമെന്നോ? എന്റെ ജീവിതത്തിൽ കുറച്ചുകൂടി സെറ്റപ്പ് കൊണ്ടുവരണമെന്ന് നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? ഓരോരുത്തരെയും ചോദിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് നബിതങ്ങളുടെ ജീവിതം ഓർമ്മയില്ലേ? നിങ്ങൾക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം ഓർമ്മയില്ലേ? അവരെങ്ങനെയാണ് ഈ ദുനിയാവിൽ നിന്ന് പോയത്? അവരെങ്ങനെയാണ് ഈ ദുനിയാവിൽ നിന്ന് പോയത്? കഷ്ടപ്പാടിലായിട്ട്, പട്ടിണിയിലായിട്ട്, വിശപ്പിലായിട്ട് ജീവിതം കഴിച്ചു കൂട്ടിയിട്ടാണ് എന്റെ പ്രവാചകൻ ഇവിടെ നിന്ന് വിട പറഞ്ഞത്. ആഖിറത്തിലേക്ക് വേണ്ടി സമ്പാദിച്ചിട്ടാണ് നബിതങ്ങൾ പോയത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ തന്നെയാണ് ജീവിച്ചത്. ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ ആയിഷ, ഓർമ്മയില്ലേ ഫാത്തിമ എന്ന് പറഞ്ഞ് ഓരോരുത്തരോടും ചോദിക്കുകയുണ്ടായി റളിയല്ലാഹു അൻഹും. എല്ലാവരും നിശബ്ദരായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യത്തിൽ ആർക്കും മറുപടിയില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, നിങ്ങൾ നന്നായി കേട്ടുകൊള്ളുക, നിങ്ങൾ നന്നായി കേട്ടുകൊള്ളുക. 3 കൂട്ടുകാരുണ്ടായിരുന്നു. 3 കൂട്ടുകാരും ഒരേ ലക്ഷ്യത്തോടുകൂടി ഒരേ ലക്ഷ്യസ്ഥാനത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. ഒന്നാമത്തെ ആള് യാത്ര പൂർത്തിയാക്കി ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തി. രണ്ടാമത്തെ ആളും യാത്ര പൂർത്തിയാക്കി ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തി. മൂന്നാമത്തെ സുഹൃത്ത് ആ വഴിയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേ വഴിയിലൂടെ പോയെങ്കിൽ മാത്രമേ അവനക്കും ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ കഴിയുകയുള്ളൂ. ഒന്നാമത്തെ കൂട്ടുകാരൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ടാമത്തെ കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മൂന്നാമത് ഞാൻ ഈ ഉമർ. എനിക്കും നബിതങ്ങൾ ജീവിച്ചതുപോലെ ത്യാഗത്തിലായിട്ട് കഷ്ടപ്പാടിലായിട്ട് ജീവിച്ചാൽ മാത്രമേ എനിക്കും നാളെ അവരുടെ കൂട്ടത്തിൽ എത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ജീവിതത്തിന്റെ ശൈലി മാറ്റണമെന്ന് പറയുകയാണോ? സുവലോലുപത കൊണ്ടുവരണമെന്ന് പറയുകയാണോ? ഒരിക്കലുമില്ല, ഞാൻ ഇങ്ങനെ തന്നെ ജീവിക്കും, ഇങ്ങനെ തന്നെ മരിക്കുമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. ഇവർക്ക് എന്താവശ്യം ഇരിക്കുന്നു ഇതിന്റെയൊക്കെ? സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ടതായ സഹാബാക്കൾ ബഹുമാനികളെ പേടിച്ച് ജീവിക്കുകയുണ്ടായി. ഈ ജീവിതമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അമലുകൾ ചെയ്തു ഒരു ഭാഗത്ത് അള്ളാഹു സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷ വെക്കണം, മറുഭാഗത്ത് അള്ളാഹു സ്വീകരിക്കുമോ ഇല്ലേ എന്നുള്ള പേടിയിൽ കഴിയണം. അള്ളാഹു നീ സ്വീകരിക്കണേ എന്നുള്ള ദുആയിലായിട്ട് കഴിയണം, കരച്ചിലായിട്ട് കഴിയണം. ഇന്നമൽ അഅമാലു ബിൽ ഖവാതിം. ബഹുമാനികളെ, അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുന്നത് അവസാനത്തെ നോക്കിയിട്ടായിരുന്നു. റമളാന്റെ തുടക്കത്തിൽ ആവേശമായിരുന്നു, പള്ളികൾ നിറഞ്ഞിരുന്നു, തറാവീഹിനാകട്ടെ മറ്റ് ഇബാദത്ത് നമസ്കാരങ്ങളിലാകട്ടെ. പിന്നീട് കുറഞ്ഞു വന്നു. 29 നോമ്പാകുമ്പോൾ ഒരുപക്ഷെ ആരും ഉണ്ടാകൂല. ഇന്നമൽ അഅമാലു ബിൽ ഖവാതിം. ബഹുമാനികളെ, അവസാനത്തെ നോക്കിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുന്നത്. അതുകൊണ്ട് റമളാന്റെ അവസാന സമയങ്ങൾ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഈ റമളാൻ നമ്മളിൽ നിന്ന് സന്തോഷത്തോടു കൂടി നമ്മൾ യാത്രയാക്കണോ, അതല്ല നമ്മളോട് കോപിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകണം എന്നുള്ള കാര്യം നമ്മൾ തീരുമാനിക്കണം. സമയം ഇനിയും അവസാനിച്ചിട്ടില്ല. ഇനിയുമുണ്ട് നമ്മുടെ മുമ്പിൽ ദിവസങ്ങൾ. കരച്ചില്ലായി കഴിഞ്ഞുകൂടുന്നതിന് വേണ്ടി, അള്ളാഹുവിനോട് പാപമോചനം തേടുന്നതിന് വേണ്ടി, ഇത്ഖുമിനന്നാറിന് വേണ്ടി ഇനിയും നമ്മുടെ മുമ്പിൽ ദിവസങ്ങളുണ്ട്. ഈ ദിവസങ്ങളും കൂടി നമ്മൾ പ്രയോജനപ്പെടുത്തിയില്ല എങ്കിൽ, ഈ ദിവസങ്ങൾ കൊണ്ടെങ്കിലും നമ്മൾ പാപമോചനം നേടിയെടുത്തില്ല എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആക്ക് നമ്മൾ മറന്നരാകും. ആ ദുആയിൽ ബദ്ദുആയിൽ നബിതങ്ങളുടെ ശാപ പ്രാർത്ഥനയിൽ നമ്മളും പെട്ടുപോകും. അല്ലാഹു കാക്കുമാറാകട്ടെ. ബഹുമാനികൾ, അതുകൊണ്ട് ചിന്തിക്കുക. നമ്മൾ വിചാരണ ചെയ്യേണ്ട സമയമാണ്. ഇനി ഒരു റമളാൻ, ഇനി ഒരു ജുമുഅ നമുക്കുണ്ടാകുമോ ഇല്ലെന്ന് നമുക്ക് ആർക്കും ഉറപ്പില്ല. ഇനി ഒരു സമയം നമുക്കുണ്ടാകുമ്പോൾ നമുക്ക് ആർക്കും ഉറപ്പില്ല. അതുകൊണ്ട് ഈ ഉള്ള സമയം തൗബയിലായിട്ട് കഴിച്ചു കൂട്ടണം, ഇസ്തിഗ്ഫാറിലായിട്ട് കഴിച്ചു കൂട്ടണം, രാത്രി കരച്ചിലായിട്ട് കഴിച്ചു കൂട്ടണം, ഇബാദത്തുകളായിട്ട് കഴിച്ചു കൂട്ടണം. അല്ലാഹുവേ, ഇതുവരെ ഞാൻ ചെയ്ത ഇബാദത്തുകൾ നീ സ്വീകരിക്കണേ അല്ലാഹുവേ. നമ്മൾ സാധാരണ പറയാറുണ്ട്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നന്മകൾ ചെയ്യാനുള്ള കഴിവ് തന്നത് അല്ലാഹുവാണ്, തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള കഴിവ് തന്നതും അല്ലാഹുവാണ്. അതുകൊണ്ട് അല്ലാഹുവിനോട് തന്നെ ചോദിച്ചു വാങ്ങിക്കണം. ഒരു യുദ്ധം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോൾ സഹാബാക്കളോട് തങ്ങൾ പറയുകയുണ്ടായി, റജഅനാ മിനൽ ജിഹാദിൽ അസ്ഗർ ഇലൽ ജിഹാദിൽ അക്ബർ.
ശത്രുക്കളോടുള്ള പോരാട്ടം അത് കുറച്ച് സമയത്തേക്ക് വേണ്ടി മാത്രമായിരുന്നു. ഇനി അങ്ങോട്ടേക്ക് ജീവിതം മുഴുവനും നഫ്സിനോട്, പിശാചിനോടുള്ള പോരാട്ടമാണ്. ചെറിയ യുദ്ധത്തിൽ നിന്ന് നമ്മളിതാ വലിയൊരു യുദ്ധത്തിലേക്കാണ് വന്നിരിക്കുന്നത്. ബഹുമാനികളെ, ചെറിയ റമളാനിൽ നിന്ന് നമ്മൾ വലിയ റമളാനിലേക്ക് കടക്കാൻ പോവുകയാണ്. ചെറിയ റമളാൻ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ, നന്മകൾ ചെയ്യാൻ പരിശീലിക്കാൻ വേണ്ടി 1 മാസം മാത്രമേ റമളാനുള്ളൂ. ഈ റമളാനിൽ കിട്ടിയതായ ഊർജം കൊണ്ട് നമ്മൾ ജീവിക്കേണ്ടതിന് 11 മാസമാണ് മുമ്പോട്ടേക്ക്. വലിയ റമളാനിലേക്ക് കടക്കാൻ പോവുകയാണ്. ഈ 11 മാസത്തെ ജീവിത വിശുദ്ധിക്ക് വേണ്ടി നമ്മൾ തയ്യാറായിട്ടുണ്ടോ ഇല്ല എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം. അള്ളാഹു നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. റമളാനെ പ്രയോജനപ്പെടുത്താനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. നാളെ ആഖിറത്തിൽ റമളാൻ അനുകൂലമായി സാക്ഷിയാകുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് ബഹുമാനികൾ, റമളാൻ കഴിയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ബാധ്യതകൾ പൂർത്തിയാക്കുക, തിന്മകളിൽ നിന്ന് മാറി നിൽക്കുക, തിന്മകളിൽ നിന്ന് തൗബ ചെയ്യുക, എല്ലാ തിന്മകളും നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ദൃഢനിശ്ചയം ചെയ്യുക. സകാത്തുകൾ കൊടുത്തു തീർക്കാനുള്ളവർ കൊടുത്തു തീർക്കുക. പെരുന്നാളിന് സകാത്തുൽ ഫിത്റുണ്ട്, അതിനെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വീട്ടിലുള്ള നമ്മളുടെ കീഴിൽ കഴിയുന്ന ഓരോരുത്തരുടെയും വിഷയത്തിൽ ഓരോരുത്തർക്കും വേണ്ടി 2.5 കിലോ അരി സദഖ ചെയ്യൽ നിർബന്ധമാണ്. സദഖകളുടെ വിഷയത്തിൽ, സകാത്തിന്റെ വിഷയത്തിൽ, നന്മകളുടെ വിഷയത്തിൽ, ഇബാദത്തുകളുടെ വിഷയത്തിൽ, പ്രത്യേകിച്ച് നോമ്പിന് ശേഷമുള്ളതായ പരിശുദ്ധമായ ഒരു ജീവിതത്തിന്റെ വിഷയത്തിൽ നമ്മൾ ചിന്തിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യുക. മരണം ഏറ്റവും നല്ല രീതിയിൽ സ്വീകരിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.